ഒരുപക്ഷെ താങ്കളോ താങ്കളുടെ സുഹൃത്ത് വലയത്തിലുള്ള പലരും നിരവധി വർഷങ്ങൾ വളരെ മികച്ച രീതിയിൽ വരുമാനം നേടിയിട്ടും വേണ്ടത്ര രീതിയിൽ സമ്പാദ്യം നേടാൻ സാധിക്കാത്ത ഒരു വ്യക്തിയായിരിക്കാം. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇപ്പോൾ കഴിഞ്ഞ ഇത്രയും വർഷത്തെ ഞങ്ങളൊരു എക്സ്പീരിയൻസിൽ എന്തുകൊണ്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട 4 കാരണങ്ങളുണ്ട്. ആ 4 കാരണങ്ങളെക്കുറിച്ചാണ് ഇന്നേ ദിവസം ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എനിക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നാളിനിടെ ഈ 4 കാര്യങ്ങളിൽ വ്യക്തമായ ഒരു മാറ്റങ്ങൾ വരുത്തിയ ആൾക്കാരുടെ എല്ലാവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലും ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതവും മാറി മറിയും എന്നത് ഞങ്ങൾക്ക് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി തൊമ്മിച്ചൻ ടിപ്സ് പവർഡ് ബൈ ഡയസ് ഇൻവെസ്റ്റ്, കേരളാസ് നമ്പർ 1 മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ. തൊമ്മിച്ചൻ ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. എന്തുകൊണ്ട് വേണ്ടത്ര സമ്പാദ്യം നേടാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ പുറകെ പോകുക എന്നതാണ്. അതായത് എന്താണ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ? ഇപ്പോൾ ഭാവിയിൽ കുഴപ്പമുണ്ടായാലും കുഴപ്പമില്ല, എനിക്കിപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു സന്തോഷം കിട്ടണം. അതിനെയാണ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ ആ ഒരു പെട്ടി കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പേടിയാവും. അവർക്ക് അതിൽ വളരെ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ ക്യാൻസറിന് കാരണമായി തീരുമെന്ന്. അതായത് ഇത് വലിക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാം, ഞാൻ ഈ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ എനിക്ക് ക്യാൻസർ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് പല അസുഖങ്ങളെല്ലാം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ തൽക്കാലം കുറച്ച് സുഖം കിട്ടുന്നതിന് വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നു കളയും. ഇതേ തിങ്കിങ് പാറ്റേൺ തന്നെയാണ് ഒരു മിക്കവർക്കും നിക്ഷേപത്തിൻ്റെ കാര്യം വരുന്നത്. ഇപ്പോൾ എൻ്റെ റിട്ടയർമെൻറ്റ് കുളമായാലും കുഴപ്പമില്ല, എനിക്കിപ്പോൾ ഒരു കാർ വേണം. എൻ്റെ മക്കൾക്ക് വേണ്ടി ഒന്നും സമ്പാദിക്കാൻ സാധിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്കൊരു ടൂർ പോകണം. അതായത് ഇപ്പോഴുള്ള സന്തോഷം, അതിനു വേണ്ടി ഭാവിയിൽ എന്ത് ത്യാഗം വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്ത് കുഴപ്പം വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആ ഒരു തിങ്കിങ് പാറ്റേൺ ആണ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് വെൽത്ത് ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു കാര്യത്തിന് കുറച്ച് കടിഞ്ഞാണിടാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് താങ്കളുടെ ഫ്യൂച്ചറിന് വേണ്ട തുക, അതായത് ഫ്യൂച്ചർ ഗോൾസിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്തതിന് ശേഷം താങ്കൾ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ പുറകെ പോയിക്കോ. എന്നാൽ അതിന് വേണ്ട തുക മാറ്റി വെക്കാതെ ഇതിൻ്റെ പുറകെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ ഫ്യൂച്ചറിൽ താങ്കൾ വളരെയധികം സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരും. നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ള രണ്ടാമത്തെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് ഭാവിയെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള ആത്മവിശ്വാസം. അതായത് പലപ്പോഴും നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോഴുള്ള നല്ല അവസ്ഥ അത് ഫ്യൂച്ചറിൽ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്നതാണ്. ഇപ്പോൾ ഹെൽത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വരുമാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ പറഞ്ഞ എല്ലാ കാര്യത്തിലും നമ്മൾ ആ രീതിയിലുള്ള ഒരു തിങ്കിങ് പാറ്റേണിലാണ്. അതായത് നമ്മളെപ്പോഴും നമ്മുടെ ലൈഫ് ഇതിങ്ങനെ പോകുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ ഇതുവരെയുള്ള ഒരു ലൈഫ് ഇങ്ങനെയല്ല പോയേക്കുന്നത്, കയറി ഇറങ്ങിയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇൻ ഫ്യൂച്ചറിലും നമ്മൾ ലൈഫ് പോകാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കില്ല, ഇങ്ങനെ കയറി ഇറങ്ങി ആയിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഓഫീസിൽ വന്ന ഒരു വ്യക്തിയുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഒരു മാഡം എൻ്റെ ഓഫീസിൽ വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ദുബായിലെ ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ ഏറ്റവും ടോപ്പ് എക്സിക്യൂട്ടീവ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ അവരുടെ ലൈഫെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഇദ്ദേഹം ആ ഗവൺമെൻറ് ഓർഗനൈസേഷനിലെ ഏറ്റവും ടോപ്പ് എക്സിക്യൂട്ടീവ് ആയതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് ഈ ദുബായിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള എല്ലാ ഫെസിലിറ്റികളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അവിടുത്തെ മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് അങ്ങനെയുള്ള പല സംഭവങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പക്കൽ പലരും വന്ന് താങ്കൾ ഒരു ഇന്ത്യയിൽ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പലരും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുന്നത് കേട്ട് വൈഫും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുന്നു, താങ്കളിപ്പോൾ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഇന്ത്യയിൽ എടുക്ക് എന്ന് പറയുന്നു. പക്ഷേ ആ സമയത്തല്ല ഇദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, ഇനി കുറച്ച് നാൾ കഴിയട്ടെ, ഇപ്പം ഞാൻ നാട്ടിലേക്കൊക്കെ പോകാൻ സമയമാകുന്ന സമയത്ത് ഞാനൊരു നല്ല മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു വെച്ചു. അങ്ങനെ ഏകദേശം ഒരു 5 വർഷം മുൻപ് ഇദ്ദേഹത്തിന് ഒരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അസുഖം വന്നു. അപ്പോൾ തുടക്ക സമയത്തിൽ ഇദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം UAE-ലായിരുന്നു, അവിടെ ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവിടുത്തെ ട്രീറ്റ്മെൻ്റ് എല്ലാം അങ്ങനെ പോയി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് വേണ്ടത്ര ഗുണം കിട്ടാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഇദ്ദേഹത്തിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരേണ്ട സാഹചര്യം വന്നു.
അപ്പോൾ ഇദ്ദേഹത്തിന് ആ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഇൻഷുറൻസിൽ യു എയിലുള്ള ട്രീറ്റ്മെൻ്റ് എല്ലാം ഫുൾ കവേർഡ് ആയിരുന്നു. പക്ഷേ ഇന്ത്യയിലത്തെ എക്സ്പെൻസ് അദ്ദേഹത്തിന് കവേർഡ് ആയിരുന്നില്ല. അങ്ങനെ ഇവർ കുടുംബസമേതം നാട്ടിൽ വന്നു, ട്രീറ്റ്മെൻറ്റായിട്ട് ബന്ധപ്പെടുത്തി ഏകദേശം 1.5 വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അപ്പോൾ 1.5 വർഷം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം ഇദ്ദേഹം മരിച്ചു. മരിച്ച സമയത്ത് ആ മാഡം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 18 മാസം കൊണ്ട് 1.5 കോടി രൂപ ഇദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചെലവഴിക്കേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹത്തിന് അതുവരെ എന്തെല്ലാം സമ്പാദ്യം നേടിയിരുന്നോ ആ സമ്പാദ്യങ്ങളെല്ലാം ഇദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചെലവഴിക്കേണ്ടി വന്നു. ഏറ്റവും അവസാനം ഇദ്ദേഹം മരിക്കുന്ന സമയത്ത് ആ മാഡം പറഞ്ഞത് വെറും 30,000 രൂപ മാത്രമാണ് ആകെ ബാലൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇദ്ദേഹം ചിന്തിച്ച അതേ തിങ്കിങ് പാറ്റേണിലാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. അതായത് ഈ ലോകത്തിലുള്ള സകലരും മരിച്ചാലും ഞാൻ മരിക്കില്ല, ഈ ലോകത്തിലുള്ള സകലർക്കും അസുഖം വന്നു കഴിഞ്ഞാൽ എനിക്ക് അസുഖം വരില്ല. ഈ തരത്തിലുള്ള ഈ അമിതമായിട്ടുള്ള ഭാവിയെക്കുറിച്ചുള്ള ആത്മവിശ്വാസം മാറ്റി വേണ്ട പ്രിക്കോഷൻ എടുക്കുക. ഇപ്പം നമ്മളിപ്പോൾ വണ്ടിയിൽ സ്റ്റെപ്പിനി ടയർ വെക്കുന്നുണ്ട്. വണ്ടി പഞ്ചറാകാൻ വേണ്ടിയല്ല സ്റ്റെപ്പിനി ടയർ വെക്കുന്നത്. പക്ഷെ പഞ്ചറായാൽ ഇതുപോലെ തന്നെ നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഇപ്പോൾ ടേം ഇൻഷുറൻസ് ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ഇപ്പോൾ ഭാവിയിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനൊരു പരിഹാരം. ഇപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അതുവരെ നേടിയ ആ സമ്പാദ്യങ്ങളൊന്നും അദ്ദേഹത്തിന് നഷ്ടപ്പെടില്ലായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ രണ്ടാമത്തെ കാര്യം, അതായത് ഭാവിയെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഒഴിവാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് ഫ്യൂച്ചർ ഇൻകത്തെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള ഒരു കോൺഫിഡൻസ്. ഇപ്പോൾ പലരായിട്ട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടാറുള്ള ഒരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയാറുള്ള ഇപ്പം എൻ്റെ വരുമാനം 1,00,000 രൂപയാണ്, അടുത്ത വർഷം എനിക്കൊരു 20% ഇൻക്രിമെൻറ്റ് കിട്ടും, അപ്പോൾ എൻ്റെ വരുമാനം 1,20,000 രൂപ. അപ്പോൾ എനിക്ക് 20,000 രൂപ എനിക്ക് സർപ്ലസ് ഉണ്ടാവും, ആ എമൗണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പം എന്നെ സംബന്ധിച്ച് പറ്റില്ല. ഈ ഒരു തിങ്കിങ് പാറ്റേണിൽ പോയ ഒരു മിക്കവരുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നത് ഒരു ഹാബിറ്റാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചെറിയ വരുമാനം കിട്ടുമ്പോൾ അതിൽ നിന്ന് കുറച്ച് തുക നമുക്ക് ശീലിക്കാൻ സാധിച്ചില്ലെങ്കിൽ വലിയ തുക കിട്ടുമ്പോൾ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. കാരണം ഇതൊരു ഹാബിറ്റാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വ്യക്തിയുടെ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇദ്ദേഹം പറഞ്ഞത് 1,00,000 നിന്ന് 1,20,000 കിട്ടുന്ന സമയത്ത് ബാക്കി 20,000 ഇൻവെസ്റ്റ് ചെയ്യാമെന്നതാണ്. പക്ഷേ ഈ 1,00,000 നിന്ന് ഇദ്ദേഹത്തിന് 1,20,000 രൂപ കിട്ടുന്ന സമയത്ത് അവിടെ 2-3 കാര്യങ്ങളും കൂടി സംഭവിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വർഷം കഴിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചിലവ് ഏകദേശം ഇപ്പോൾ ഒരു 10% ചിലവ് വർദ്ധിച്ചു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1,00,000 രൂപയുടെ കാര്യം അന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് 1,10,000 രൂപ വേണ്ടി വരും. അപ്പോൾ ഈ 1,20,000 രൂപയിൽ ആകെ ഇപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ബാക്കി വരുന്നത് 10,000 രൂപയാണ്. പിന്നെ ഇത് നമ്മളെ സംബന്ധിച്ച് ചിലവ് കൂടുന്നത് 2 രീതിയിലാണ്. ഒന്ന്, നമ്മളെ സംബന്ധിച്ച് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം. രണ്ടാമതായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ഒരു മാറ്റമുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത മാസം അല്ലെങ്കിൽ അതിൻ്റെ മുമ്പത്തെ മാസം നമുക്ക് വരുമാനം കൂടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ 2-3 മാസം മുമ്പ് തന്നെ നമ്മളിത് എങ്ങനെയെങ്കിലും ചിലവഴിക്കാനുള്ള സംഗതികളെല്ലാം ഒപ്പിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ വ്യക്തി, അതായത് 1,00,000 രൂപയിൽ നിന്ന് 1,20,000 രൂപ ആകുമ്പോൾ നിക്ഷേപിക്കാമെന്ന് പറഞ്ഞ വ്യക്തിക്ക് പലപ്പോഴും ഇത് നിക്ഷേപം നടത്താൻ സാധിക്കാറില്ല. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, താങ്കളെ സംബന്ധിച്ച് വെൽത്ത് ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നടത്തണമെന്നുണ്ടെങ്കിൽ ഈ നിക്ഷേപം എന്നത് ഒരു ഹാബിറ്റാണ്. അപ്പോൾ ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ താങ്കൾ കുറച്ച് എമൗണ്ടെങ്കിലും മാറ്റിവെച്ച് നിക്ഷേപിച്ച് തുടങ്ങിയാൽ മാത്രമേ ഇൻ ഫ്യൂച്ചറിൽ താങ്കൾക്ക് കൂടുതൽ വരുമാനം കിട്ടുമ്പോൾ അതനുസരിച്ച് മാറ്റാൻ സാധിക്കുകയുള്ളൂ. നാലാമതായിട്ട് മറ്റൊരു അപകടം പിടിച്ച ഒരു തിങ്കിങ് പാറ്റേണാണ് ഇനിയും സമയമുണ്ടല്ലോ എന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ സപ്പോസ് താങ്കൾക്ക് റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യണമെന്ന് വിചാരിക്കുക. ഇപ്പോൾ നിലവിൽ താങ്കൾക്ക് 25 വയസ്സാണ്. അപ്പോൾ താങ്കൾക്ക് ഇപ്പോൾ ഒരു 60-ാമത്തെ വയസ്സിൽ റിട്ടയർമെൻറ്റ് ആവണമെങ്കിൽ ഏകദേശം ഒരു 5 കോടി രൂപ വേണം എന്ന് വിചാരിക്കുക. അപ്പോൾ 25 വയസ്സുള്ള ഒരു വ്യക്തി ചിന്തിക്കുന്നത് എന്താണ്? എത്രയോ വർഷങ്ങൾ ഇങ്ങനെ നീണ്ടു കിടക്കുന്നു. ഇപ്പോൾ 5 കോടി രൂപ ഓൺ ആൻ ആവറേജ് ഒരു 12% പലിശ നോക്കിക്കഴിഞ്ഞാൽ റിട്ടേൺ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ 5 കോടി രൂപ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം താങ്കളെ സംബന്ധിച്ച് ഒരു 7,500 രൂപ താങ്കൾ മന്ത്ലി ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. പക്ഷേ പലപ്പോഴും ഇനിയും സമയമുണ്ടല്ല എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നീട്ടി കൊണ്ടുപോകും. അങ്ങനെ ഇങ്ങനെ പോയി ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് 40 വയസ്സായി. 40 വയസ്സാകുന്ന സമയത്ത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മളെ സംബന്ധിച്ച് ഈ സെയിം ഗോൾ, അതായത് 60-ാമത്തെ വയസ്സിൽ ഈ 5 കോടി രൂപ എന്നുള്ള കാര്യം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഏകദേശം
50,000 മാസം നിക്ഷേപിക്കേണ്ടി വരും. അപ്പോൾ 50,000 നിക്ഷേപിക്കേണ്ട സാഹചര്യം വരുന്ന സമയത്ത് ഈ സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, നമ്മളെ മക്കളുടെയൊക്കെ ഹയർ എഡ്യൂക്കേഷനെല്ലാം വരുന്നത് ഏകദേശം ഒരു 40, 45, 50 വയസ്സ് ആ ഒരു ടൈമിലായിരിക്കും. അപ്പോൾ നമ്മുടെ കമ്മിറ്റ്മെൻറ്റുകളെല്ലാം പല രീതിയിലും വളരെ വലിയ രീതിയിൽ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ സമയമാകുമ്പോഴേക്കും ചിലപ്പോൾ ഇതിന് വേണ്ട തുക കണ്ടെത്താൻ പറ്റണമെന്നില്ല. ഏറ്റവും അവസാനം ഇപ്പോൾ ഒരു 50 വയസ്സായി. 50 വയസ്സാകുന്ന സമയത്ത് അടുത്തൊരു 10 വർഷം കൊണ്ട് 5 കോടി രൂപയുടെ ഒരു റിട്ടയർമെൻറ്റ് കോർപ്പസ് കണ്ടെത്തണമെങ്കിൽ ഇപ്പോൾ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏകദേശം 2,15,000 രൂപയെങ്കിലും മന്ത്ലി ഡിപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ഈ ഒരു വ്യക്തി എന്ത് വിചാരിക്കും? ഇതൊന്നും എന്നെക്കൊണ്ട് നടക്കണ കാര്യമല്ല, ഇത്ര നാൾ എങ്ങനെയെങ്കിലേക്ക് ജീവിച്ച് ഇനി എങ്ങനെയെങ്കിലും തട്ടിമുട്ടിയൊക്കെ പോകാം എന്നുള്ളൊരു തിങ്കിങ് പാറ്റേണിലേക്ക് പോകും. അപ്പോൾ നമ്മളെപ്പോഴും നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ ഈ മാറ്റി വെക്കുന്ന നാളെ ആകട്ടെ ഇനിയും സമയമുണ്ടല്ലോ, ഈ ഒരു തിങ്കിങ് പാറ്റേണിൽ ഒരു മാറ്റം വരുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ സംബന്ധിച്ച് വെൽത്ത് ക്രിയേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് നടക്കുകയുള്ളൂ. കാരണം വെൽത്ത് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ടൈം പ്രോസസ്സാണ്. നമ്മളെ സംബന്ധിച്ച് എത്രത്തോളം കൂടുതൽ സമയം കിട്ടുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 5 കോടി രൂപ കണ്ടെത്താൻ ഇപ്പോൾ ഒരു 25 വയസ്സുള്ളൊരു വ്യക്തി ഇപ്പോൾ 60ാമത്തെ വയസ്സിൽ 5 കോടി രൂപ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ 7,500 രൂപ മാറ്റിയാൽ മതി. എന്നാൽ 40 വയസ്സുള്ള ഒരു വ്യക്തിക്ക് ഇത് കണ്ടെത്തണമെങ്കിൽ 50,000 രൂപ മാറ്റണം. 50 വയസ്സുള്ള ഒരു വ്യക്തിക്ക് ഇത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ 2,15,000 പ്രതിമാസം മാറ്റണം. അപ്പോൾ വെൽത്ത് ക്രിയേഷൻ ഒരു ലോങ് ടൈം പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ അഡ്വാൻസ് നമുക്കത് പ്ലാൻ ചെയ്യാൻ സാധിച്ചാൽ വളരെ ചെറിയ തുകയിൽ നമ്മളുടെ ഫ്യൂച്ചർ ഗോൾസ് എല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മാനേജ് അച്ചീവ് ചെയ്യുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന ദിവസം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ട് 4 കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും വരുത്താൻ പാടില്ലാത്ത 4 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഒന്ന്, ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ പുറകെ പോകരുത്. രണ്ടാമതായിട്ട്, ഭാവിയെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള ആത്മവിശ്വാസം പാടില്ല. മൂന്നാമതായിട്ട്, എൻ്റെ ഫ്യൂച്ചർ ഇൻകം ഇതുപോലെ എപ്പോഴും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും എന്ന് ചിന്തിക്കരുത്. നാലാമതായിട്ട്, ഇപ്പം നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു ഇനിയും സമയമുണ്ടല്ലോ, ആ തിങ്കിങ് പാറ്റേണിൽ മാറ്റം വരുത്തണം. ഈ പറഞ്ഞ 4 കാര്യങ്ങളിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അടുത്തൊരു 5 വർഷമോ 10 വർഷമോ കഴിയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് 2035 ഞങ്ങളൊരു മിഷനായിട്ട് വെച്ചിരിക്കുന്നത് 10,000 കോടിപതി നിക്ഷേപകരെ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. ഇപ്പോൾ ഇത്രയും വർഷത്തിനിടെ ഏകദേശം ഒരു 1000-ലധികം മില്യനേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 50-ലധികം ക്രോർപതീസിനെ ക്രിയേറ്റ് ചെയ്യുവാൻ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മിഷൻ 2035 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷത്തെ ഗോളാണ്. 10,000 കോടിപതി നിക്ഷേപകരെ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഈ ഒരു മിഷൻ്റെ ഭാഗമാകുവാൻ താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താങ്കൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ഡെസ്കായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിലെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുതിയ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.